ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. അമേരിക്കയുടെ പിടിയിലായ വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദൂറോയെ ന്യൂയോർക്കിലെത്തിച്ചു. യുഎൻ രക്ഷാസമിതി അടിയന്തര യോഗം വിളിച്ചു ചേർക്കണമെന്ന് വെനസ്വേല. വെനസ്വേല യാത്രകൾ ഒഴിവാക്കണമെന്നും ജാഗ്രത പാലിക്കണമെന്നും ഇന്ത്യൻ പൌരന്മാരോട് വിദേശകാര്യ മന്ത്രാലയം. അടിയന്തര ആവശ്യങ്ങൾക്ക് ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടാനും നിർദ്ദേശം. വാരണാസിയിൽ നടക്കുന്ന 72ാമത് ദേശീയ വോളിബോൾ ടൂർണമെന്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. സെഷൻസ് കോടതി മുതൽ സുപ്രീം കോടതി വരെ സമയബന്ധിതമായ നീതി ഉറപ്പാക്കുന്നതിൽ 3 പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിർണായക പങ്കുവഹിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. രജിസ്ട്രേഷൻ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കണ്ണൂരിൽ നിർവഹിക്കും. അണ്ടർ 19 പുരുഷ ക്രിക്കറ്റ് ഏകദിനത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് വിജയം. വിജയ് ഹസാര ട്രോഫി ക്രിക്കറ്റിൽ ഝാർഖണ്ഡിനെ പരാജയപ്പെടുത്തി കേരളം. വാർത്തകൾ വിശദമായി. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദൂറോയെയും ഭാര്യയെയും അമേരിക്കൻ സൈന്യത്തിന്റെ പിടിയിൽ. ഇരുവരെയും ന്യൂയോർക്കിലെത്തിച്ചു. മയക്കുമരുന്ന് ഭീകരത, യുഎസിനെതിരെ വിനാശകരമായ ഉപകരണങ്ങൾ കൈവശം വയ്ക്കാനുള്ള ഗൂഢാലോചന എന്നീ കുറ്റങ്ങളാണ് മദൂറോയ്ക്കും ഭാര്യയ്ക്കുമെതിരെ ചുമത്തിയിട്ടുള്ളത്. രാജ്യത്തിനെതിരെയുള്ള യുഎസ് ആക്രമണം ചർച്ച ചെയ്യാൻ ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതിയുടെ അടിയന്തര യോഗം ചേരണമെന്ന് വെനസ്വേല ആവശ്യപ്പെട്ടു. വിശദാംശങ്ങളിലേക്ക്. വെനസ്വേലയുടെ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് ശനിയാഴ്ച പുലർച്ചെയോടെയാണ് അമേരിക്ക വ്യോമാക്രമണം നടത്തിയത്. കാരക്കാസിലടക്കം നിരവധി ഉഗ്ര സ്ഫോടനങ്ങൾ ഉണ്ടായതായാണ് റിപ്പോർട്ട്. ട്രംപ് ഭരണകൂടത്തിന്റെ സൈനിക നടപടിയെ ശക്തമായി വിമർശിച്ച വെനസ്വേല ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. മഡുറോയും ഭാര്യയും എവിടെയാണെന്നത് വെളിപ്പെടുത്തണമെന്ന് വൈസ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് ആവശ്യപ്പെട്ടു. അതേസമയം വെനസ്വേലയിൽ സ്വാതന്ത്ര്യത്തിന്റെ സമയം വന്നെത്തിയെന്ന് പ്രതിപക്ഷ നേതാവും സമാധാന നൊബേൽ ജേതാവുമായ മരിയ കൊറിന മച്ചാഡോ പറഞ്ഞു. സംഭവത്തെ റഷ്യ, ഇറാൻ ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ വിമർശിച്ചു. സമാധാനം, നീതി, സുരക്ഷിതമായ അധികാര കൈമാറ്റം എന്നിവ ഉറപ്പാക്കാൻ അമേരിക്ക വെനസ്വേലയെ താൽക്കാലികമായി നിയന്ത്രിക്കുമെന്ന് ട്രംപ് ഫ്ലോറിഡയിൽ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. വെനസ്വേലയിലെ യുഎസ് സൈനിക നടപടി അപകടകരമെന്ന് യുഎൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. അന്താരാഷ്ട്ര നിയമങ്ങൾ മാനിക്കപ്പെടാത്തതിൽ വലിയ ആശങ്കയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പ്രശ്നത്തിൽ സമഗ്രമായ ചർച്ച നടത്തണമെന്നും യുഎൻ സെക്രട്ടറി ജനറൽ ആവശ്യപ്പെട്ടു. ഇന്ത്യൻ പൌരന്മാർ വെനസ്വേലയിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണമെന്നും നിലവിൽ അവിടെയുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം. അടിയന്തര ആവശ്യങ്ങൾക്ക് കാരക്കാസിലെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടേണ്ടതാണ്. എംബസിയുടെ ഇമെയിൽ വിലാസമായ cons.caracas@mea.gov.in വഴിയും 584129584288 എന്ന നമ്പറിലൂടെയും ബന്ധപ്പെടാവുന്നതാണ്. 72ാമത് ദേശീയ വോളിബോൾ ടൂർണമെന്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. ഇന്നു മുതൽ ഈ മാസം 11 വരെ വാരണാസിയിലാണ് ടൂർണമെന്റ് നടക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള 73ഓളം പുരുഷ വനിതാ ടീമുകളിലായി 1000-ലേറെ കായിക താരങ്ങൾ ഇക്കുറി കളത്തിലിറങ്ങും. 3 പുതിയ ക്രിമിനൽ നിയമങ്ങളുടെ പിന്തുണയോടെ രാജ്യത്ത് സെഷൻസ് കോടതി മുതൽ സുപ്രീം കോടതി വരെ സമയബന്ധിതമായ നീതി ഉറപ്പാക്കാൻ 2029ഓടെ പ്രത്യേക സംവിധാനം കൊണ്ടുവരുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ ശ്രീവിജയപുരത്ത് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പാർലമെന്ററി കൺസൾട്ടേറ്റീവ് കമ്മിറ്റി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2029ഓടെ എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു ഫോറൻസിക് സർവകലാശാലയോ കേന്ദ്ര ഫോറൻസിക് ലബോറട്ടറിയോ സ്ഥാപിക്കുമെന്നും ശ്രീ ഷാ അറിയിച്ചു. जिससे आने वाले दिनों में आपराधिक न्याय प्रणाली में जो आमूलचूल परिवर्तन आने वाला है, टेक्नोलॉजी को कानून का आधार दिया गया है और तारीख पे तारीख वाले न्याय से बचकर 3 ही साल में सेशन कोर्ट से सुप्रीम कोर्ट तक नागरिक को न्याय मिल जाए, इसकी व्यवस्था सुनिश्चित कर गई है. കേന്ദ്രമന്ത്രിയും ബിജെപി മുതിർന്ന നേതാവുമായ അമിത്ഷാ ഈ മാസം 11-ന് കേരളത്തിലെത്തുമെന്ന് പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശ്. ബിജെപി സംസ്ഥാന നേതൃയോഗത്തിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ബിജെപി അംഗങ്ങളുടെ സമ്മേളനത്തിലും അദ്ദേഹം പങ്കെടുക്കും. 5 ദിവസത്തെ സന്ദർശനത്തിനായി മൌറീഷ്യൻ പ്രസിഡന്റ് ധനംബീർ ഗോഖൂൽ ആന്ധ്രാപ്രദേശിലെത്തി. സംസ്ഥാന ടൂറിസം മന്ത്രി കണ്ടുല ദുർഗേഷ് അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. ഇന്ന് ഗുണ്ടൂരിൽ നടക്കുന്ന 3ാമത് ലോക തെലുഗു സമ്മേളനത്തിൽ ഗോഖൂൽ മുഖ്യാതിഥിയാകും. നിരോധിത സിപിഐ മാവോയിസ്റ്റ് സംഘടനയുടെ പീപ്പിൾസ് ലിബറേഷൻ ഗറില്ല ആർമിയിലെ ഒരു ബറ്റാലിയൻ കമാൻഡർ ഉൾപ്പെടെ 20 മാവോയിസ്റ്റുകൾ കീഴടങ്ങി. തെലങ്കാന ഡിജിപി ശിവധർ റെഡ്ഡിയുടെ സാന്നിധ്യത്തിൽ ഹൈദരാബാദിലായിരുന്നു കീഴടങ്ങൽ.
ബറ്റാലിയൻ കമാൻഡർ ബെത്സെ സുക്ക എന്ന ദേവ, തെലങ്കാന കമ്മിറ്റി അംഗം കങ്കണല രാജി റെഡ്ഡി എന്നിവരടക്കമാണ് ആയുധം ഉപേക്ഷിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള കരട് വോട്ടർ പട്ടികയിലെ ഹിയറിംഗ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ നടത്തുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. തിരുവനന്തപുരത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ സംസ്ഥാനതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശാരീരിക ബുദ്ധിമുട്ടുള്ളവർക്കും വയോധികർക്കും പ്രവാസികൾക്കും നേരിട്ട് വരാതെ തന്നെ ഹിയറിംഗ് നടത്താൻ സൌകര്യം ഒരുക്കുമെന്നും ശ്രീ രത്തൻ യു കേൽക്കർ പറഞ്ഞു. രജിസ്ട്രേഷൻ വകുപ്പ് ഈ വർഷം മുതൽ ആരംഭിക്കുന്ന രജിസ്ട്രേഷൻ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ നിർവഹിക്കും. 1865-ൽ അഞ്ചരക്കണ്ടിയിലാണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ രാജ്യത്തെ ആദ്യത്തെ രജിസ്ട്രേഷൻ സംവിധാനം വന്നത്. 1867 ജനുവരി 4-ന് ആദ്യത്തെ രജിസ്ട്രേഷൻ നടന്നതിന്റെ സ്മരണയിലാണ് ജനുവരി 4-ന് ദിനാചരണം സംഘടിപ്പിക്കുന്നത്. അഗ്നിശമന സേനയുടെ ഫയർ ആന്റ് സേഫ്റ്റി സയൻസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആന്റ് റിസർച്ച് സെന്ററിന്റെ ശിലാസ്ഥാപനവും ഇന്ന് രാവിലെ 11 മണിക്ക് കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ മുഖ്യമന്ത്രി നിർവഹിക്കും. ആഗോള ആരോഗ്യത്തിന് സിദ്ധ എന്ന പ്രമേയത്തിലൂന്നി ചെന്നൈയിൽ സംഘടിപ്പിച്ച 9ാമത് സിദ്ധ ദിനാഘോഷത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പങ്കെടുത്തു. കലൈവനർ അരങ്ങത്ത് നടന്ന പരിപാടിയിൽ നയരൂപകർത്താക്കൾ, സിദ്ധ ചികിത്സാ വിദഗ്ധർ, അക്കാദമിക വിദഗ്ധർ, വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ സന്നിഹിതരായിരുന്നു. വിശദാംശങ്ങളിലേക്ക്. സിദ്ധ, ആയുർവേദം, യോഗ എന്നിവയും മറ്റ് ആയുഷ് വിഭാഗങ്ങളും ഉൾപ്പെടുന്ന ഇന്ത്യയുടെ പരമ്പരാഗത വൈദ്യശാസ്ത്ര സമ്പ്രദായങ്ങൾ ഭൂതകാലത്തിന്റെ അവശേഷിപ്പുകളല്ലെന്നും ഇന്ത്യയിലും ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളുടെ ആരോഗ്യത്തിനും ക്ഷേമത്തിനും ഗണ്യമായ സംഭാവന നൽകുന്ന ജീവസുറ്റ പാരമ്പര്യങ്ങളാണെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. രോഗനിർണയ രംഗത്ത് ആധുനിക വൈദ്യശാസ്ത്രം കൈവരിച്ച പുരോഗതി അംഗീകരിക്കുമ്പോൾ തന്നെ സിദ്ധ പോലുള്ള പരമ്പരാഗത ചികിത്സാ സംവിധാനങ്ങൾ ദീർഘകാല രോഗശാന്തിയും ശരീരവും മനസ്സും തമ്മിലുള്ള സന്തുലിതാവസ്ഥയുടെ പുനഃസ്ഥാപനവും ഉറപ്പാക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഉത്തരവാദിത്തപൂർണവും തെളിവുകളെ ആധാരമാക്കിയുള്ളതുമായ ചികിത്സാ രീതികളിലൂടെ പൊതുജന വിശ്വാസം ആർജിക്കാൻ ഉപരാഷ്ട്രപതി ചികിത്സകരോട് ആഹ്വാനം ചെയ്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. മകരസംക്രമ സന്ധ്യയിൽ ശബരീശ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണങ്ങൾ ഈ മാസം 12-ന് പന്തളത്ത് നിന്ന് ഘോഷയാത്രയായി ശബരിമലയിലേക്ക് കൊണ്ടുപോകും. 14-നാണ് മകരവിളക്ക്. പന്തളം ശ്രാമ്പിക്കൽ കൊട്ടാരത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന തിരുവാഭരണങ്ങളാണ് മരുതവനയിൽ ശിവൻകുട്ടിയുടെ നേതൃത്വത്തിലുള്ള അംഗങ്ങൾ ശിരസിലേറ്റി കാൽനടയായി ശബരിമലയിലെത്തിക്കുന്നത്. പന്തളം വലിയ തമ്പുരാന്റെ പ്രതിനിധിയായി PN നാരായണവർമ്മയാണ് ഇത്തവണ ഘോഷയാത്ര നയിക്കുന്നത്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ ബൈക്ക് പാർക്കിംഗിൽ വൻ തീപിടുത്തം. 2ാം പ്ലാറ്റ്ഫോമിനോട് ചേർന്നുള്ള പാർക്കിംഗിലാണ് തീ പടർന്നത്. 100 കണക്കിന് ബൈക്കുകൾ കത്തിനശിച്ചു. തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. തൊണ്ടിമുതൽ തിരിമറി കേസിൽ തടവ് ശിക്ഷ ലഭിച്ചതോടെ ആന്റണി രാജു MLA അയോഗ്യനായി. കോടതി ഉത്തരവിന്റെ പകർപ്പ് ലഭിച്ചാലുടൻ അയോഗ്യനാക്കിക്കൊണ്ടുള്ള വിജ്ഞാപനം നിയമസഭാ സെക്രട്ടേറിയറ്റ് പുറത്തിറക്കും. 3 വർഷമാണ് ശ്രീ ആന്റണി രാജുവിന് തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഏതെങ്കിലും കോടതി 2 വർഷത്തിൽ കൂടുതൽ ശിക്ഷിച്ചാൽ അയോഗ്യനാകുമെന്നാണ് സുപ്രീംകോടതി വിധി. വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാനും കഴിയില്ല. അണ്ടർ-19 പുരുഷ ക്രിക്കറ്റ് ഏകദിനത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് 25 റൺസ് വിജയം. DLS രീതിയിലൂടെയാണ് 3 മത്സരങ്ങളുള്ള പരമ്പരയിലെ കന്നിപ്പോരാട്ടത്തിൽ ആതിഥേയരെ ടീം ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 50 ഓവറിൽ 300 റൺ എടുത്തു. ഈ മാസം 15-ന് ആരംഭിക്കുന്ന ICC അണ്ടർ-19 ലോകകപ്പിനുള്ള പരിശീലന അവസരമായാണ് ഇരു ടീമുകളും പരമ്പരയെ കാണുന്നത്. വിജയ് ഹസാര ട്രോഫി ഏകദിന ക്രിക്കറ്റിൽ ഝാർഖണ്ഡിനെതിരെ കേരളത്തിന് തകർപ്പൻ ജയം. ഝാർഖണ്ഡ് ഉയർത്തിയ 311 റൺസ് വിജയലക്ഷ്യം 43-ാം ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ കേരളം മറികടന്നു. സഞ്ജു സാംസണും രോഹൻ കുന്നുമലും സെഞ്ചുറി നേടി. കേരളം ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങൾക്കും വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ലഭിക്കുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ഈ മാസം സർവീസ് തുടങ്ങുന്ന ഹൌറ ഗുവാഹത്തി ഹൌറ വന്ദേഭാരത് സ്ലീപ്പർ റേക്ക് പരിശോധിച്ച ശേഷം നടത്തിയ പത്രസമ്മേളനത്തിലാണ് കേന്ദ്രമന്ത്രിയുടെ പ്രഖ്യാപനം. പ്രധാന വാർത്തകൾ വീണ്ടും. അമേരിക്കയുടെ പിടിയിലായ വെനിസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദൂറോയെ ന്യൂയോർക്കിലെത്തിച്ചു. UN രക്ഷാസമിതി അടിയന്തര യോഗം വിളിച്ചു ചേർക്കണമെന്ന് വെനിസ്വേല. വെനിസ്വേല യാത്രകൾ ഒഴിവാക്കണമെന്നും ജാഗ്രത പാലിക്കണമെന്നും ഇന്ത്യൻ പൌരന്മാരോട് വിദേശകാര്യ മന്ത്രാലയം. അടിയന്തര ആവശ്യങ്ങൾക്ക് ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടാനും നിർദ്ദേശം. വാരാണസിയിൽ നടക്കുന്ന 72ാമത് ദേശീയ വോളിബോൾ ടൂർണമെന്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. സെഷൻസ് കോടതി മുതൽ സുപ്രീം കോടതി വരെ സമയബന്ധിതമായ നീതി ഉറപ്പാക്കുന്നതിൽ 3 പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിർണായക പങ്ക് വഹിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. രജിസ്ട്രേഷൻ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കണ്ണൂരിൽ നിർവഹിക്കും.
അണ്ടർ 19 പുരുഷ ക്രിക്കറ്റ് ഏകദിനത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് വിജയം. വിജയ് ഹസാര ട്രോഫി ക്രിക്കറ്റിൽ ഝാർഖണ്ഡിനെ പരാജയപ്പെടുത്തി കേരളം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 11 മണിക്ക്.